ഹലോ ഫ്രണ്ട്സ്, സച്ചിലിൻ്റെ ഏവരും ചെമ്മന്നൽ പോലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി ചേർന്ന് ഒരു വീട്, അതായത് ഒരു ബംഗ്ലാവ് തന്നെ മേടിക്കാനുള്ള പ്ലാനാണ്. അതായത് ആനന്ദില്ലേ, അവരുടെ കൂട്ടുകാരൻ, നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ ആനന്ദ് വന്ന് കൊടുക്കുന്ന പ്ലാനാണല്ലോ. അത് നമുക്ക് ലാസ്റ്റ് സീൻ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി അത് മേടിക്കാനുള്ള പ്ലാനാണ്. അതായത് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ലോൺ എടുത്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനല്ലേ. അതുകൊണ്ട് അത് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യാനുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ശ്രുതി പറയുന്നുണ്ട്, ബ്രോ തന്നെ തനിച്ചൊന്ന് കാണാനുണ്ട്. കാരണം അതൊന്ന് സോപ്പിട്ട് നിർത്തുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബ്രോക്കർമാർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. അതുപോലെ ഇപ്പം ഇയാളെ ഒരു അത് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബിസിനസ് കൊടുത്തതായിട്ട് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതായിട്ട് നമ്മുടെ ആനന്ദല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നന്ദി പ്രകടനവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആനന്ദിനെ സൂപ്പിട്ട് നിർത്തുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെ നോക്കുമ്പോഴത്തേക്കും ഈ സുധി അല്ല നമ്മുടെ രേവതി സച്ചിനായിട്ട് ഓടിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എന്തിനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ പറയാം, അച്ഛ ഇതുകൊണ്ട് ഇവൻ അല്ല സച്ചിയുടെ തേങ്ങയൊക്കെ എടുത്ത് തിന്നുകൊണ്ട് നടക്കും, അങ്ങനെ കറി വെക്കാൻ പോലും ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി വന്ന് പറയും, നമുക്ക് നാണമില്ലട ഈ പ്രായത്തിലെത്തിയിട്ട് ഇത്ര കല്യാണം കഴിഞ്ഞ് ഇത്രയും വളർന്നിട്ട് പോലും എനിക്കൊക്കെ ഒരു നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കളിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കളിയാക്കത്തില്ല, അവൾ കളിയാക്കാനല്ലോ, കൂടുതലായിട്ട് കുറ്റപ്പെടുത്തൽ മാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് രവീന്ദ്രൻ ചിരിക്കുകയാണ്. എന്താണ് അവരുടെ ഒരു റൊമാൻസും അവരുടെ കളി ചിരിയൊക്കെ കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ ചിരിയും കളിയാണ്. അത് കഴിഞ്ഞാൽ അത്ര ഒരു സന്തോഷമുണ്ട് അവരുടെ ലൈഫ് കാണുമ്പോഴത്തേക്ക്. പൈസയോ അല്ല മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊക്കെ തന്നെയാണെങ്കിൽ പോലും രവീന്ദ്രൻ അവരുടെ ലൈഫ് അത് സത്യസന്ധമായിട്ട് നിൽക്കുന്ന രണ്ട് ദമ്പതികളാണല്ലോ അവർ രണ്ടുപേരും. അതൊക്കെ ആ കപ്പിൾസിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സച്ചിനെ തന്നെയാണ്. അപ്പോൾ അത്രമാത്രം നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ സച്ചി. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളും നോക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്താണ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കയറി വരുമ്പോൾ വലിയൊരു പാക്കറ്റൊക്കെ ആയിട്ട് കയറി പറഞ്ഞ് എന്നാ മോനെ ഈ പാക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയാം. അതിൻ്റെ മുമ്പ് കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ, അമ്മ എനിക്ക് വളരെ സന്തോഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഒന്നത് അഭിലാഷ് മേനോൻ സാറില്ലേ, ഞാൻ ബിസിനസ് ചെയ്ത് കൊടുത്തതിൻ്റെ പരമായിട്ട് ഒരു നല്ലൊരു എമൗണ്ട് നല്ല പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. ആ എമൗണ്ട് പ്രോഫിറ്റായിട്ട് കിട്ടിയതിന് ബാലൻസായിട്ട് ഒരു 10 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ട്. അത് അയച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് 10 ലക്ഷം രൂപയോ? അപ്പം സച്ചി വരെ അത്ഭുതപ്പെട്ടു. 10 ലക്ഷം, നിനക്ക് 10 ലക്ഷം കിട്ടിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് 10 ലക്ഷം കിട്ടി, ചുമ്മാ തമാശ പറയാണെന്ന് പറഞ്ഞിട്ട് തമാശ ഒന്നും കാര്യമായിട്ട് പറയുന്നുള്ളത് പറയും. അപ്പം നിനക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല, ഇവിടെ നിന്ന് അടിച്ചു മാറ്റി എന്നുള്ള രീതിയിലേക്കാണ് സച്ചി ഉദ്ദേശിക്കുന്നത്. കാരണം അത്ര രീതിയിലുള്ള ഉടായ്പാണ് രണ്ട് ടീമുകൾ. അപ്പോൾ എൻ്റെ മോനെ കണ്ടോ, കാരണം ചന്ദ്രമതി പറയും, എൻ്റെ മോനെ കണ്ടോ, ഏറ്റവും കൂടുതൽ കാശ് സമ്പാദിക്കുന്ന ഏറ്റവും രീതിയിൽ സമ്പാദിക്കാനുള്ള കഴിവും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചപ്പം തന്നെ വെച്ചിട്ട് കയറ്റുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വീരവാദം ഇറക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയുമ്പോൾ നല്ല രീതിയിൽ പറയും. അപ്പോഴത്തേക്ക് അങ്ങോട്ടത്തേക്ക് തന്നെ വർഷയും ശ്രീകാന്തും എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രീകാന്തല്ല ശ്രുതി ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. പാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് എടുത്തിട്ട് അവർക്ക് ഒരു വള കൊടുക്കുക. നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു വള കൊടുത്തിട്ട്, വളയോ അത് കൊള്ളാമല്ലോ, സൂപ്പറാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അയ്യോ എനിക്ക് സ്വർണ്ണവള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ആവേശത്തോടെ ചന്ദ്രമതി പറയുവാണ്. ആവേശത്തോടെ ചന്ദ്രമതി പറയുമ്പോഴത്തേക്ക് നല്ലതാണ് മോൻ മാത്രമേ എനിക്ക് ഇതൊക്കെ മേടിച്ച് തരാനുള്ളൂ. അതായത് മാത്രമല്ല എൻ്റെ ആവശ്യങ്ങളെല്ലാം ആവശ്യങ്ങളിൽ അത്യാവശ്യം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നിന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീ നിൻ്റെ നിൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛൻ തന്നെ ഒരു മുണ്ട് ഷർട്ട്, എടാ നീ അമ്മയ്ക്ക്, അപ്പോൾ സച്ചി ചോദിക്കുന്നത് നിനക്ക് അമ്മയ്ക്ക് മുണ്ട് ഷർട്ട് വളം മേടിച്ച് കൊടുത്തിട്ട് അച്ഛന് മുണ്ട് ഷർട്ട് മാത്രമേ ഉള്ളൂ, അല്ല ആണുങ്ങൾക്ക് അങ്ങനെയല്ലേ പൊതുവേ നമ്മൾ ചെയ്യാറുണ്ട്, നിനക്ക് വേറെ വ്യത്യാസം ഉണ്ടല്ലോ, അപ്പനെ അമ്മേനൊക്കെ തിരിച്ചറിഞ്ഞ് വേറെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വേറെ വ്യത്യാസത്തോടൊന്നല്ല, ഇതിപ്പം മതിയെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞു അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു. അതിന് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് സച്ചി അവനെ നോക്കുമ്പോഴത്തേക്ക് അടുത്ത സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുകയാണ്, അമ്മ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഒരു സന്തോഷ വാർത്തകൾ ഒന്നും കൂടെ പറയാനുണ്ട്. നമുക്കൊരു 3 കോടി രൂപയുടെ
വീട് നമുക്ക് നമ്മുടെ സിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ മേടിക്കാനുള്ള പ്ലാനാണ് എന്ന് പറഞ്ഞു. 3 കോടി രൂപയോ എന്താ മോനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോന്ന് വെച്ചിട്ട് കയറ്റമാണല്ലോ പറഞ്ഞുകൊണ്ട്. അണ്ണേ എടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ആവശ്യമില്ലാതെ തന്നെ പണി മേടിച്ച് കെട്ടുന്നുണ്ട് ഇത് സച്ചി പറയുന്നുണ്ട്. അസൂയ കൊണ്ടൊന്നല്ല, കാരണം അവനൊരു അത്രയും പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെന്ന് അറിയത്തില്ലോ സച്ചിക്ക്. അപ്പോൾ അവൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഏകദേശം അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളതുള്ളൂ. കാരണം കടവെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ട് വല്ല കടക്കണിയിലാകരുതെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറയുകയൊക്കെ ചെയ്ത്. അപ്പം പറയും കുഴപ്പമൊന്നുമില്ല, നല്ല വീടാണ്, ഞങ്ങൾ നല്ല രീതിയിൽ മേടിക്കാനുള്ള പ്ലാനുണ്ട്, ഈ ബിസിനസ് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ മേടിക്കും, ആദ്യം കുറച്ച് എമൗണ്ട് കൊടുത്താൽ മതി, പിന്നെ നമുക്ക് തവണകളായിട്ട് അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോൺ എടുത്ത് തവണകളായിട്ട് അടച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നതല്ല രവീന്ദ്രൻ പറയുന്നത് നല്ല അഭിപ്രായമാണ്, അന്ന് ഈ വീടെടുക്കുക കാര്യങ്ങളൊക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം വൈകിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ കട്ടിലെ കിടക്കണം, വിഷമിച്ച് കിടക്കുമ്പോഴത്തേക്ക് രേവതി എന്നെ എടുക്കുവാന്നൊക്കെ പറഞ്ഞ് കാലെ പിടിക്കൊണ്ട് ചെട്ടി എഴുന്നേറ്റ് വേണം. സച്ചിയുടെ എന്നെ കാണിക്കുന്നത്, കാരണം ഞാൻ പേടിച്ച് പോയല്ലോ എന്നൊക്കെ ചോദിച്ചു. എന്താ മോളെ നീ ഇങ്ങനെ കിടക്കുന്നത് ചോദിക്കുമ്പോൾ, അല്ല ചുമ്മാ കിടക്കുമെന്ന് പറയാം. ഇല്ല നിനക്ക് എല്ലാ വിഷമം എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. എന്താ വിഷമം ഉണ്ടായത്? നിനക്ക് അവർക്ക് വീട് മേടിക്കുന്നവർക്ക് വലിയ വലിയ വീടുകൾ മേടിക്കുന്നതും നമുക്കൊരു മുറി പോലും ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അല്ല സച്ചിയായിട്ട് അതൊന്നും അല്ല ചിന്തിക്കുന്നത് എന്ന്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, അല്ല ഇവിടുന്ന് അവർ വീടെടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അവർ പോകും, പിന്നെ വർഷയും ശ്രീകാന്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയല്ലോ അവർ അമ്മ ട്രൈ ചെയ്യുന്നത്, എപ്പോൾ വന്നാലും ഇവിടുന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് അവരും പോകും, എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രമേ ഒറ്റയ്ക്ക്. ഇപ്പം ഒന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ അവരുടെ കൂടെ പോകില്ല, അല്ലാതെ സുധിയുടെ അമ്മയും പോകില്ലേ, അപ്പം നമ്മളോട് ഒറ്റയ്ക്കായിപ്പോയി, ഈ വലിയ വീട്ടിൽ നമ്മളുണ്ട് ഒറ്റയ്ക്കായി പോകില്ല എന്നൊക്കെ ചോദിച്ചു. ഉടനെ പറയുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല മോളെ, നിനക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, അച്ഛനെ പിരിഞ്ഞ് ഇവിടെ പോകാൻ ആരും പാടില്ല, അങ്ങനെ അതുകൊണ്ട് ആ വീട് മേടിക്കാൻ പാടില്ലെന്ന് ഞാൻ പോയി പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറഞ്ഞത്, സച്ചിയുടെ എന്താ ഈ പറയുന്നത്, ഒരാളൊരു വീട് മേടിക്കാൻ പോലും നല്ലത് കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളത് തടസ്സപ്പെടുത്തി എന്നല്ലേ വരത്തുള്ളൂ, നമ്മളത് ഇല്ലാതാക്കി എന്നല്ലേ വരത്തുള്ളൂ. അതൊന്നും ചെയ്യരുത്, അവരുടെ കാര്യത്തിൽ നോക്കട്ടെ, ചേട്ടൻ ഒന്നും ചെയ്യേണ്ട, ചേട്ടൻ നമ്മുടെ കാര്യം നോക്കുക, അവർ മേടിക്കട്ടെ, എന്തെങ്കിലും നമുക്ക് പിന്നെ നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആ വീട്ടിൽ പോയി നിൽക്കുന്നതാണ്. ശ്രുതി ആ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് മേടിക്കാൻ പോകുന്ന വീട് പോയി കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ ആർന്നും കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ ആ വീട് കാണുമ്പോഴത്തേക്ക് ഒരു ഗംഭീര വീടൊക്കെയാണ്, ഒരു ബംഗ്ലാവിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. മാത്രമല്ല പറഞ്ഞ് കയറി കാണാൻ തന്നെ കൊതിയാവുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരു ഉമ്മറത്തൊരു ഒരാളിപ്പുണ്ട്. ആളെ കാണുമ്പോൾ തന്നെ ഒരു നല്ല പ്രൗഢിയുള്ള ഒരാളായിട്ട് കാണുന്നത്. അത് പ്രൗഢി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗംഭീര ഒരു ആളാണ്. കാരണം ആ വീടിന് തക്കതായിട്ടൊരു ഓണറാണല്ലോ എന്നുള്ളതിൽ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ആളാണ് അത്. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾ വന്നിട്ട് പറയും, ആരെന്ന് പറയും, സാറേ ഇന്ന ആളാണ് തന്നെ, ഇവരാണ് മേടിക്കാൻ വന്നത്, ഇവരാണ് ആ ദമ്പതികൾ നല്ല ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരി ഓക്കെ നല്ല സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഈ വീട് മേടിക്കുന്ന സന്തോഷം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മോർണിംഗ് വാക്കിന് പോയപ്പോഴാണ് ആനന്ദിനെ കണ്ടത്, ഇന്ന ആളെ കണ്ടത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിച്ചു, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്ന പോലെ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല രീതിയിൽ അത്യാവശ്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരാളാണ് അവർ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ വീട് മേടിക്കാൻ അവർക്ക് തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ അതൊക്കെയാലും വീട് മേടിക്കാൻ താല്പര്യം കാണിക്കുമല്ലേ, അപ്പോൾ എന്തായാലും മേടിക്കണം, നിങ്ങൾ അതൊക്കെയാലും വീട് ചുറ്റി കാണാമെന്നൊക്കെ പറഞ്ഞ് അവരോട് പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ നമ്മൾ കാണിക്കുന്ന ലാസ്റ്റ് സീന്. ഇന്നത്തെ ഈ വിശേഷങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.